Hello friends, welcome back to the book house. Let's open our book. Today we are discussing a poem titled Diving into the Wreck by Adrian Rich. It is a poem which consists of 10 stanzas. നമുക്ക് ഓരോ സ്റ്റാൻസ ആയിട്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ ഒരു മെറ്റഫറാണ് കൊണ്ടുവരുന്നത്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോയറ്റ് ബുക്ക് ഓഫ് മെത്ത് അല്ലെങ്കിൽ പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ ബുക്ക് ഓഫ് മെത്ത് വായിച്ചിട്ടുണ്ട് എന്നാണ് ബിഫോർ എംബാർക്കിംഗ് ഓൺ ഹർ ജേർണി. ഈ ഒരു ജേർണി പുറപ്പെടും മുമ്പ് ബുക്ക് ഓഫ് മെത്ത് വായിക്കുന്നു എന്നാണ്. ബുക്ക് ഓഫ് മെത്ത് എന്ന് പറയുന്നത് ഒരു മെറ്റഫറായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഈ മിത്ത് സ്റ്റാൻഡ്സ് ഫോർ ബുക്ക് ദാറ്റ് റെഫേഴ്സ് ടു സംതിങ് ദാറ്റ് റെഫേഴ്സ് ടു വെസ്റ്റേൺ കൾച്ചറൽ മിത്സ്. ഓക്കെ, വെസ്റ്റേൺ കൾച്ചറൽ മിത്സിനെയാണ് ഇവിടെ ബുക്ക് ഓഫ് മിത്ത് എന്നതുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വെസ്റ്റേൺ കൾച്ചറൽ മിത്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? അതായത് ഇൻ റിലേഷൻ ടു മാൻ, സ്ത്രീകളുടെ ഒരു റോള് അതൊരു സബോർഡിനേറ്റീവ് റോളാണ് എന്നൊരു കാര്യം ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഈ ബുക്ക് വായിച്ചതിന് ശേഷം നറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളുണ്ട്. വൺ ഇസ് എ ക്യാമറ ആൻഡ് ദ അതർ ഇസ് എ നൈഫ് വിച്ച് ക്യാൻ ബി ഇൻ്ററപ്റ്റഡ് എസ് സിംപൾസ് ഫോർ ഹർ ഇൻറ്റൻഷൻ ടു ഡോക്യുമെൻറ്റ് ആക്യുറേറ്റ്ലി ആൻഡ് ടു ഡിഫെൻഡ് ഹെർസെൽഫ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് ക്യാമറയും നൈഫും. സ്റ്റാൻസ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് പോയറ്റ് എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ സ്പീക്കർ എന്ത് ചെയ്യാണ്, ഈ ബോഡി ആർമർ അല്ലെങ്കിൽ ബോഡി ആർമർ ഓഫ് എ സ്കൂബ സ്യൂട്ട്, സ്കൂബ ഡൈവിങ്ങിന് പോകുന്ന ആ സ്യൂട്ടൊക്കെ ധരിക്കുന്നതാണ്. ഇവിടെ വരുന്ന ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഷീ നീഡ്സ് ടു ഡിഫെൻഡ് ഹെർസെൽഫ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതുപോലെ തന്നെ മറ്റൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അവർ ഡൈവ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്, ഓഷ്യനിൽ ഡൈവ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പം സ്കൂബ സ്യൂട്ട് എന്ന് പറയുന്നത് സ്കൂബ സ്യൂട്ട് ധരിക്കുന്നു എന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ഒന്ന്, അവർ തന്നെ ഒരു ആർമർ ധരിച്ചിട്ട് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അതിൻ്റെ വേർഡ്ലി മീനിങ് എടുക്കുകയാണെങ്കിൽ അവർ ഡൈവ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ രണ്ട് മീനിങ്ങും അവിടെ എടുക്കാം. അവർ കമ്പയർ ചെയ്യുന്നത് ഷീ കമ്പയർസ് ഹെർസെൽഫ് ടു ജാക്കസ് ക്വസ്റ്റുവ. ജാക്കസ് ക്വസ്റ്റുവ എന്ന് പറയുന്നൊരു ഫ്രഞ്ച് മാൻ ആണ്. ഈസ് ഫേമസ് ഫോർ ഹിസ് ഡോക്യുമെൻ്ററി ഫിലിംസ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ സ്കൂബ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. സെക്കൻഡ് സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത് ഈ ഒരു മെറ്റഫറിനെ മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഓഷ്യനിലേക്ക് ഡിസെൻഡ് ചെയ്യാൻ പോവാണ് അവർ. അങ്ങനെ ഡിസെൻഡ് ചെയ്യുന്നതിനെ ശരിക്കും ഹിസ്റ്ററിയുടെ, ചരിത്രത്തിൻ്റെ ഒരു എക്സ്പ്ലോറേഷനായിട്ടും ഇൻവെസ്റ്റിഗേഷനായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്പീക്കർ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദെയർ ഇസ് എ ലാഡർ എന്നാണ്. ലാഡർ മേ അപ്പിയർ ലൈക്ക് എ പീസ് ഓഫ് മാരിടൈം ഫ്ലോസ് എന്നും പറയുന്നുണ്ട്. അതായത് മാരിടൈം ഫ്ലോസ് എന്ന് പറയുമ്പോൾ സ്ട്രിങ്, യൂസ്ലെസ് പീസ് ഓഫ് സ്ട്രിങ്, അതാണ് മാരിടൈം ഫ്ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കും ഒരു ലാഡർ എന്ന് പറഞ്ഞാൽ ഒരു പോയട്രിയാണ് എന്ന്. അതായത് എസ്പെഷ്യലി ഒരു വലിയ ലോങ് വെർട്ടിക്കൽ ഫോം ഓഫ് പോയട്രി. ഇപ്പോൾ ലാഡർ എന്ന് പറയുമ്പോൾ കംപ്രൈസ്ഡ് ഓഫ് റഗ്സ് ആണ്. അതുപോലെ പോയട്രി ഈസ് കമ്പോസ്ഡ് ഓഫ് ലൈൻസ്. സ്റ്റാൻസ 3-ലാണെങ്കിൽ സ്പീക്കർ ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഗോ ഡൗൺ. ഇവിടെ ആ ഒരു എക്സ്പീരിയൻസിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഏതൊരു എക്സ്പീരിയൻസ് ആണ്? മൂവിങ് അൺകംഫോർട്ടബ്ലി, ആ ഒരു എക്സ്പീരിയൻസിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. അൺകംഫോർട്ടബ്ലി മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ലൈക്ക് ആൻ ഇൻസെക്റ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. ഈ ഇമേജ്, ഈ ഒരു അതായത് അൺകംഫോർട്ടബിളായിട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ഇമേജ് എന്തിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നത്? ഈ ചരിത്രത്തിൻ്റെ ഇൻ ദ ഫേസ് ഓഫ് ഹിസ്റ്ററി നമ്മൾ മനുഷ്യന്മാർ, ഇൻഡിവിജ്വൽസ് എന്തുമാത്രം ചെറുതാണ് എന്നൊരു ഇമേജാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഫോർത്ത് സ്റ്റാൻസിൽ നമ്മൾ കാണുന്നത് ഇത്ര നേരം സ്പീക്കർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ ഫൈനലി വെള്ളത്തിലേക്ക് എൻറ്റർ ചെയ്യുകയാണ്. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാട്ടർ ഡാർക്കാണ് എന്നാണ്. പക്ഷെ അവർ പറയുന്നത് മാസ്ക് ഇസ് പവർഫുൾ എന്നാണ്. ഷീ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേൾഡ്. വാട്ടറിൻ്റെ ഉള്ളിലാണ്, ദിസ് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേൾഡ്. അപ്പോൾ ഇവിടെ എന്താണ്, ഫോഴ്സും പവറും റെഗുലർ വേൾഡിനേക്കാളും ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫോഴ്സിനും പവറിനൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് അവർ പറയുകയാണ്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആക്ട് ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്ലോറേഷൻ. നമ്മൾ പറഞ്ഞു ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനെ ഹിസ്റ്ററി എക്സ്പ്ലോർ ചെയ്യുന്നതുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ആക്ട് ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്? മസ്റ്റ് ബി ഡൺ വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് വിത്തൗട്ട് ഫോഴ്സ് എന്നാണ് അവർ പറയുന്നത്. വളരെ ഫോഴ്സ്ലെസ് ആയിട്ടും വളരെ ക്യൂരിയസ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഹിസ്റ്ററിയുടെ എക്സ്പ്ലോറേഷൻ എന്നാണ് അവർ പറയുന്നത്. സ്റ്റാൻസ 5 എത്തുമ്പോൾ ഇവിടെ സ്പീക്കർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഈസി ടു ഫൊഗറ്റ് എന്നാണ്. എന്ത് ഫൊഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അവരുടെ ആ ഒരു പേർപ്പസ് അല്ലെങ്കിൽ അവരുടെ ഒരു മിഷൻ എന്താണ്, വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു മിഷൻ
ഫൊഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് എന്ന കാര്യമാണ്. അവരെന്തിനാണോ പോയത് അത് മറന്നു കളഞ്ഞിട്ട് വേറെ കാര്യങ്ങളിൽ ഇൻഡൽജ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുകയാണ്. സ്റ്റാൻസ 6 അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ വന്നത് ഈ റെക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെക്ക് എന്ന് പറയുന്നത് കൊണ്ട് 2 കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അത് പറയുന്നുണ്ട്. എന്താണ് റെക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ഷിപ്പിൻ്റെ റെക്കായിരിക്കാം, അല്ല മറ്റൊരു അർത്ഥത്തിൽ എന്താണ് ഈ ഡൈവിങ്ങിനെ ഹിസ്റ്ററിയുടെ എക്സ്പ്ലോറേഷനായിട്ടാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ റെക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഷിപ്പിൻ്റെ റെക്ക്, അല്ലെങ്കിൽ എന്താണ് റിട്ടൺ റെക്കോർഡ്സ് ഓഫ് ഹിസ്റ്ററി ആണ്. ഈ ഹിസ്റ്ററീസിൽ ബോത്ത് ഹിസ്റ്ററീസ്, അതായത് ഇപ്പം ഷിപ്പിൻ്റെ റെക്കാണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും രണ്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും രണ്ടിലും എന്തൊക്കെയുണ്ട്, ഡാമേജും ഉണ്ട്, ട്രഷറും ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് സ്പീക്കർ ഒരു ഫ്ലാഷ് ലൈറ്റ് എടുത്തിട്ട് അവിടെ ഇലുമിനേറ്റ് ചെയ്യുന്നതാണ്, അവിടെ വെട്ടം അടിക്കുന്നതാണ്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. സംതിങ് മോർ പെർമനൻറ്റ് ടാൻ ഫിഷ് ഓർ വീഡോ അല്ലാതെ കുറച്ചുകൂടി പെർമനൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പീക്കർ വിചാരിക്കുന്നത് ഹിസ്റ്ററി ആസ് ആൻ ഓൾമോസ്റ്റ് ആനിമൽ എന്നാണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ആനിമലാണ്, ഒരു ലിവിങ് തിങ് ആണ്. അതിനെ അതിൻ്റെ ട്രൂ എസെൻസിൽ മനസ്സിലാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ മനസ്സിലാക്കാനല്ല, അതിൻ്റെ ശരിക്കുള്ള എസെൻസിൽ, ഏജ്ഡ് ആൻഡ് ഇൻ ദ പാസ്റ്റ്, ട്രൂ എസെൻസിൽ മനസ്സിലാക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. സ്റ്റാൻസ 7 നമ്മളൊരു മോർ മിത്തിക് കൈൻഡ് ഓഫ് ഇമേജറിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആ ഡൈവിങ്ങിൻ്റെ ആ ഒരു റിയലിസത്തിൽ നിന്ന് മാറി ഒരു മിത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോവാണ്. സ്പീക്കർ പറയുന്നത് വെച്ചാൽ, ആൻഡ് ഐ ആം ഹിയർ ദ മെർമെയ്ഡ് ഹൂസ് ഡാർക്ക് ഹെയർ സ്ട്രീം ബ്ലാക്ക് ദ മാമൻ ഇൻ ഹിസ് ആർമേർഡ് ബോഡി എന്നാണ്. ഇവിടെ ആ ഒരു മിത്തിക് ക്രിയേച്ചറിനെ കൊണ്ടുവരാണ്. അതായത് മെർമെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു മിത്തിക് ക്രിയേച്ചർ. പക്ഷേ സ്പീക്കർ ഇവിടെ മെർമെയ്ഡിനെ മാത്രമല്ല മെർമാൻ എന്നും പറയുന്നുണ്ട്. ഇൻ ബോത്ത് ജെൻഡേഴ്സ് ആ ഒരു മിത്തിക് ക്രിയേച്ചറിനെ അവർ കൊണ്ടുവരുന്നുണ്ട്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ അതെങ്ങനെയാണ്, ഹാഫ് ഹ്യൂമൻ ആണ്, ഹാഫ് സംതിങ് എൽസ് ആണ് ഇൻ ബോത്ത് ജെൻഡർ. അതിനെവിടെ അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവർ യൂസ് ചെയ്യുന്നത് എന്താണ്, ബിഗിൻസ് ടു യൂസ് ദ പ്രൊനൗൺ വി പ്രൊനൗനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീക്കർ ഇമാജിൻ ചെയ്യുന്നത് എന്താണ്, ഡൈവിങ് ഇൻ ടു ദ ഷിപ്സ് ഹോൾഡ്. എന്തിനു വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി താഴേക്ക് ഡൈവ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കണ്ട ആ ഒരു ഫിഗർ ഉണ്ടല്ലോ, ആ ഒരു മിത്തിക് ഫിഗേഴ്സിനെ കുറച്ചും കൂടി നന്നായിട്ട് ഫുള്ളി ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത് വിത്ത് ദ ഫിഗർ ഓഫ് മെർമെയ്ഡ് ആൻഡ് മെർമാൻ. പെർഹാപ്സ് ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ആ ഷിപ്പിൻ്റെ റക്കിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങളായിരിക്കാം. അവർ പറയുന്നത് ഐ ആം ഷീ, ഐ ആം ഹീ എന്നാണ്. ഹൂസ് റൗണ്ട് ഫേസ് ലീപ്സ് വിത്ത് ഓപ്പൺ ഐസ്. ഇവിടെയും വി എന്ന് പറയുന്ന പ്രൊനൗനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഈ കണ്ട ഫിഗർ, ഈ മിത്തിക് ഫിഗർ മറ്റൊരർത്ഥത്തിൽ ആര് തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഹാഫ് വെജ്ഡ് ആൻഡ് ലെഫ്റ്റ് റോഡ്. മെറ്റഫോറിക്കലി വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് അവരിവിടെ കൊണ്ടുവരുന്ന ആ ഒരു ഇമേജ് എന്ന് പറയുന്നത്, ഷീ റിമാർക്സ് ദാറ്റ് വുമൻ ആസ് വെൽ ആസ് അതർ പൊട്ടൻഷ്യൽ ക്യൂർ ഫിഗേഴ്സ് ലൈക്ക് ദ മെർമാൻ ഹാവ് ബീൻ കാസ്റ്റ് അസൈഡ് ബൈ ഹിസ്റ്ററി ആൻഡ് ലെഫ്റ്റ് റോഡ്. അപ്പോൾ ഇവരുടെ പോലെയുള്ള, സ്പീക്കറിൻ്റെ പോലെയുള്ള എന്താണ് വുമൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യലി ക്യൂർ ഫിഗർ, അതാരാണ്, നമ്മുടെ ഈ മെർമാനെ പോലെയുള്ള പൊട്ടൻഷ്യൽ ക്യൂർ ഫിഗേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിസ്റ്ററി മാറ്റി നിർത്തിയിട്ട് അവരെന്ത് ചെയ്തു, റോട്ടായി പോയി. അവരുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാതെ ലെഫ്റ്റ് ഔട്ട് ചെയ്തു, ഹിസ്റ്ററി ചരിത്രത്തിൽ അവരെ മാറ്റി നിർത്തി എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫൈനൽ സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ സ്പീക്കർ പറയുന്നതെന്ന് വെച്ചാൽ, വി ഹാസ് ഫൗണ്ട് ഇറ്റ്സ് വേ ബാക്ക് ടു ദ ഷിപ്പ്റെക്ക് എന്നാണ്. നമ്മൾ തിരിച്ച് എന്ത് ചെയ്തു, ഷിപ്പ്റെക്കിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴും വീണ്ടും വി എന്ന് പറയുന്ന പ്രൊനൗനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായി, വി എന്ന് പറയുമ്പോൾ സ്പീക്കർ മാത്രമല്ല, സ്പീക്കറിനെ പോലത്തെ വേറെ സ്ത്രീകളുണ്ട്, മാറ്റി നിർത്തപ്പെട്ട സ്ത്രീകളുണ്ട്, ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് ഷിപ്പ്റെക്കിലേക്ക് വന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു നൈഫുണ്ട്, ഒരു ക്യാമറയുണ്ട്, ആൻഡ് എ ബുക്ക് ഓഫ് മിത്ത് ഉണ്ട്. ഈ ബുക്ക് ഓഫ് മിത്തിൽ എന്തില്ല, ഞങ്ങളുടെ പേരില്ല. ബുക്ക് ഓഫ് മിത്സ് ഇൻ വിച്ച് ആർ നെയിംസ് ഡു നോട്ട് അപ്പിയർ. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ, അവരെ ഹിസ്റ്ററി എന്ത് ചെയ്തു, മാറ്റി നിർത്തിയാലും, അവരെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും, എറേസ് ചെയ്ത് കളഞ്ഞാലും, ആൻഡ് ലെഫ്റ്റ് ടു ഡീക്കേ ചെയ്യാൻ വിട്ടുകൊടുത്താലും, അവരിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഒരു വർക്ക്, ചരിത്രം അവരെ മാറ്റി നിർത്തിയാലും അവരവരുടെ സ്വന്തം പാതകൾ, ഓൺ പാത്സ് എന്ത് ചെയ്യാണ്, റിക്കവർ ചെയ്യാണ്. ആൻഡ് മേക്കിംഗ് സെൻസ് ഓഫ് ബോത്ത് ദ വയലൻസ് they have suffered as well as the rich history they have in fact created. അവരെന്ത് ചെയ്യാണ്, അവരുടെ സ്വന്തം പാതകൾ കണ്ടുപിടിക്കുകയാണ്. പിന്നെന്താണ്, അവരെ മാറ്റി നിർത്തിയ ആ ഒരു ഹിസ്റ്ററി, അവരനുഭവിച്ച ആ ഒരു വയലൻസ്,
ആസ് വെൽ ആസ് ദ റിച്ച് ഹിസ്റ്ററി ദേ ഹാവ് ഇൻ ഫാക്ട് ക്രിയേറ്റഡ്. അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റിച്ച് ഹിസ്റ്ററി, ഇതൊന്നും എഴുതപ്പെട്ടിട്ടില്ല, പക്ഷെ അവരെന്ത് ചെയ്യാണ്, അവരുടെ സ്വന്തം പാതകൾ കണ്ടുപിടിക്കുകയാണ്. ദ വർക്ക് ഓഫ് ദ പോയറ്റ് ദെൻ ഇസ് ടു റിക്കവർ ആൻഡ് റിലേ ദിസ് ഹിസ്റ്ററി. ആ ഒരു പോയറ്റിൻ്റെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ഒരു പേർപ്പസ് എന്താണ്? ഈസ് ടു റിക്കവർ ആൻഡ് റിലേ ദിസ് ഹിസ്റ്ററി. ഈ ഒരു ചരിത്രം റിക്കവർ ചെയ്യാനും റിലേ ചെയ്യുക എന്നതാണ് പോയറ്റിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോയം അവസാനിപ്പിക്കുന്നത്. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.